കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായ ചർച്ചകളാണ് സിനിമ യുവതലമുറയെ സ്വാധീനിക്കുന്നതിനെ പറ്റി. യുവതലമുറ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജെൻസി എന്നറിയപ്പെടുന്ന 2000 ശേഷം ജനിച്ച ഒരു വിഭാഗം തലമുറയെ സിനിമകൾ സ്വാധീനിക്കുന്നു എന്നതിനെപ്പറ്റി. തിരുവനന്തപുരത്തെ കൂട്ടക്കൊലപാതകങ്ങളും താമരശ്ശേരിയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ആൾക്കൂട്ടക്കൊലയും എല്ലാം ചർച്ച ചെയ്ത് നിർത്തിയത് സിനിമകൾ സ്വാധീനിക്കുന്നു എന്ന പോയിന്റിലാണ്, പ്രത്യേകിച്ചും വയലൻസ് നിറഞ്ഞ സിനിമകൾ. എന്നാൽ ചോദ്യം വരുന്നത് സിനിമകൾ മാത്രമാണ് സ്വാധീനിക്കപ്പെടുന്നത് എന്നാണ്. എങ്കിൽ എന്തുകൊണ്ട് എല്ലാത്തരം സിനിമകളും ഈ യുവതലമുറയെ സ്വാധീനിക്കുന്നില്ല എന്നുള്ള ചോദ്യവും ഇക്കൂടെ ഉയർന്നു വരുന്നുണ്ട്. സൺഡേ ഹോളിഡേ എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട്, ഒരു 100 വേദിയിൽ കയറി പ്രസംഗിക്കുന്നതിന് തുല്യമാണ് ഒരു സിനിമ ചെയ്യുന്നതെന്ന്. കാരണം സിനിമ എന്നൊരു മാധ്യമത്തിന്റെ സ്വാധീന ശക്തിയാണ് ആ കഥാപാത്രത്തിലൂടെ ശ്രീനിവാസൻ പറയുന്നത്. തമിഴ്നാടനായ കമൽഹാസൻ പറയുന്നത്, എൻ്റെ ചിത്രങ്ങളിൽ അങ്ങേയറ്റം വയലൻസ് രംഗങ്ങൾ കാണിക്കുന്നത് അത് കണ്ടെങ്കിലും ആളുകൾക്ക് വയലൻസിനോട് വെറുപ്പ് തോന്നട്ടെ എന്ന് കരുതിയാണ് എന്നുള്ളതാണ്. സത്യത്തിൽ സിനിമകൾ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടാൻ നമ്മുടെ മുന്നിൽ കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സിനിമയിലെ വയലൻസ് രംഗങ്ങൾ പ്രേക്ഷകരെ നേരിട്ട് സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറയാൻ കഴിയില്ലെന്നാണ് ഈ മനഃശാസ്ത്ര രംഗത്തെ വിദഗ്ധർ പറയുന്നത്. എന്നാൽ ദൃശ്യം സിനിമയ്ക്ക് ശേഷം ഇതേ മോഡൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള പോലീസിന്റെ കണ്ടെത്തൽ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നു, ആളുകളെ സ്വാധീനിക്കുന്നു എന്നതിന് തെളിവായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ വയലൻസ് ആളുകളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അത് ആര് ചെയ്യുന്നു എന്നതിലാണ്. പ്രത്യേകിച്ച് യുവതലമുറയെ സ്വാധീനിക്കാൻ കാരണമായി പറയുന്നത് അത് ആര് ചെയ്യുന്നു എന്നുള്ള അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ ചെയ്യുമ്പോൾ അത് പകർത്താൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ആ ഹീറോയിസം എന്നുള്ളത് തെറ്റാണെന്നൊരു തിരിച്ചറിവ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. സിനിമകളിൽ നിന്ന് എന്തെടുക്കണം എന്തെടുക്കരുത് എന്നുള്ളത് എന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരെയും വ്യക്തിഗതമായ ധാരണകളെ അടിസ്ഥാനമാക്കിയിരിക്കും. കാരണം അടുത്തിറങ്ങിയ മാർക്കോ, ആനിമൽ, കിൽ തുടങ്ങിയ സിനിമകളെല്ലാം ഹൈഡോസ് വയലൻസ് ആണ് പ്രേക്ഷകരിലേക്ക് നൽകുന്നത്. ഇവയെല്ലാം ഹിറ്റടിച്ചപ്പോൾ അവയെ പുകഴ്ത്തിയ മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരം ചില സംഭവങ്ങളുടെ പേരിൽ, അക്രമ സംഭവങ്ങളുടെ പേരിൽ ഈ സിനിമകളിലെ വയലൻസിനെ പറ്റി ക്ലാസ്സുകൾ എടുക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ മേഖലകളിൽ ഒന്നാണ് സിനിമ. അവിടെ വിറ്റ് പോകുന്ന ഏറ്റവും വലിയ ഇമോഷണൽ എന്നുള്ളത് ഒന്ന് പ്രണയവും മറ്റൊന്ന് വയലൻസുമാണ്. വയലൻസ് ചിത്രങ്ങൾക്ക് ലോകത്തെമ്പാടും ആരാധകരുണ്ട്. വയലൻസിന് പ്രേക്ഷകരെ പിടിച്ചെടുത്താനും എന്റർടൈൻ ചെയ്യിക്കാനും സാധിക്കുന്നു എന്ന് ഇരിക്കെ സിനിമകളിൽ നിന്ന് അത് ഒഴിവാക്കാൻ ആരും തയ്യാറാവില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല സമൂഹത്തിലെ റിയാലിറ്റിയാണ് പലപ്പോഴും സിനിമകളിൽ പ്രതിഫലിക്കുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ സിനിമകളിൽ നിന്ന് ഇത്തരം വയലൻസ് രംഗങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് ഈ റിയാലിറ്റി ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് വയലൻസ് രംഗങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ വയലൻസ് രംഗങ്ങൾ ഒരു തരത്തിലും ബാധിക്കാൻ ഇടയില്ല എന്നുള്ളതാണ്. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന മാനസിക പ്രശ്നങ്ങളുള്ള ചെറുപ്പത്തിലോ മറ്റോ ഇത്തരം വയലൻസുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകളെ സ്വാഭാവികവും വയലൻസ് ബാധിക്കും എന്നുള്ളതാണ്. അവിടെ സിനിമ എന്ന മാധ്യമത്തെക്കാൾ അവരുടെ ഉള്ളിലുള്ള ദൗർബല്യത്തെയോ പേടിയെയോ ട്രിഗർ ചെയ്യിക്കാനാണ് വയലൻസ് രംഗങ്ങൾ ഇടവരുത്തുക. അതിന് സിനിമ തന്നെ വേണമെന്ന് ഒരു കാരണവശാലും നിർബന്ധമില്ല. അതിക്രൂരമായ വയലൻസ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. അത്തരം ദൃശ്യങ്ങൾ കണ്ടാലും ഇത്തരം ആളുകൾക്ക് അസ്വസ്ഥതയോ വിഭ്രാന്തിയോ ഒക്കെ ഉണ്ടാകും. വയലൻസിൽ സിനിമകളുടെ സ്വാധീനത്തെ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആധുനിക വാർത്താ മാധ്യമങ്ങളുടേത്. കാരണം പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കായികവും സിനിമയും പിന്നീട് ഇത്തരത്തിലുള്ള ക്രൈം വാർത്തകളുമാണ്. ഈ ക്രൈം വാർത്തകളെ അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രമുഖ ചാനലുകളെല്ലാം, പ്രത്യേകിച്ച് മലയാളത്തിൽ രാത്രി 10 മണിക്ക് ശേഷം ക്രൈം വാർത്തകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക ടൈം സെഗ്മെന്റ് തന്നെ അലോട്ട് ചെയ്തിട്ടുള്ളത്.